പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിന്റെ മഹത്വം ഈ പ്രഭാതത്തിൽ നമ്മുടെ മേലേക്ക് ചൊരിഞ്ഞു തരുമ്പോൾ അതൊന്ന് നുകരുവാനും അനുഭവിക്കുവാനുമായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഭയപ്പെടേണ്ട എന്ന്. യേശു ക്രൂശിൽ തറച്ചു മരിച്ച് യേശു കർത്താവിനെ അടക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് കതകടച്ച് റൂമിന്റെ അകത്തിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കടന്നു വന്ന് കർത്താവ് അവരെ നോക്കി പറയുകയാണ്, ഭയപ്പെടേണ്ട. കർത്താവ് യേശുവാ പറഞ്ഞത്, ഭയപ്പെടേണ്ട. 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്ക് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മെ നോക്കി കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ വിഷമിക്കേണ്ട, നീ ആകുലപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഇങ്ങനെ നമ്മെ അടുത്ത് വിളിച്ച് നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും നമ്മളെ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരാളല്ല നമ്മുടെ കർത്താവ്. നമ്മോട് സംസാരിക്കുന്ന കർത്താവ്, അവരുടെ നടുവിൽ കടന്നു വന്ന കർത്താവിൻ്റെ ആ ശബ്ദം നിങ്ങൾക്ക് സമാധാനം. ഭയന്നിരിക്കുന്നവരോട് കർത്താവ് പറയാണ്, നിങ്ങളുടെ ഭയമൊക്കെ മാറി എൻ്റെ സമാധാനം ഇതാ ഞാൻ നിങ്ങളിലേക്ക് ചൊരിയുന്നു. ഭയവികലരായ അപ്പസ്തോലന്മാര് ക്രിസ്തുയേശുവിന്റെ സമാധാനത്തിൽ നിറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് കൂടെ 40 ദിനരാത്രങ്ങൾ പ്രത്യക്ഷനായി എൻ്റെ കർത്താവ് പഠിപ്പിച്ച ആ പാഠഭാഗങ്ങൾ അവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും വെളിപ്പെടുവാൻ തക്കവണ്ണം ഭയത്തിൻ്റെതായ മേഖലകളെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കാണാൻ കഴിയും. കർത്താവാണ് ഭയപ്പെടേണ്ടത് പറഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞത് അനുസരിച്ച് എൻ്റെ പിതാവ് ചെയ്ത വാഗ്ദത്തം ഞാൻ നിങ്ങളുടെ മേലിലേക്ക് പകർന്നു തരുമെന്ന് പറഞ്ഞപ്പോൾ ആ വാഗ്ദത്ത പ്രകാരമാണ് അവരൊന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മെ നോക്കിയ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഒരു വിഷയത്തിന് മേലും ഭയപ്പെടേണ്ട. ജീവിതത്തിൽ എത്ര വലിയ പരാജയമാണോ, ദുഃഖമാണോ, വേദനയാണോ, പ്രയാസമാണോ, എന്തു വന്നാലും ഭയപ്പെടേണ്ട, യേശു ഉണ്ട് കൂടെ. ഭയപ്പെടാതിരിക്കേണ്ടതിനാ കർത്താവ് കൂടെ ഉണ്ടായത്. യഹൂദന്മാർ യേശുവിനെ കൊന്നതുപോലെ ശിഷ്യന്മാരെ കൊല്ലുമെന്നും അവർ ഭയന്നിരുന്നെങ്കിൽ അവരുടെ ഭയം മാറിയപ്പോൾ പത്രോസ് എന്ന മനുഷ്യൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഞാൻ അവന്റെ കൂടെ ഉള്ളവനല്ല എന്ന് തള്ളിപ്പറഞ്ഞവനായ പത്രോസ് എത്ര ധീരതയോടുകൂടിയാണ് ഭയം മാറിയപ്പോൾ കർത്താവിന്റെ കൂടെ ജീവിച്ചത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവമാണ്. ഭയന്ന് വിറച്ച് തള്ളിപ്പറഞ്ഞ പത്രോസ് പറയുകയാണ്, ഇനി ദൈവത്തെക്കാൾ അധികം നിങ്ങളെ ആരെ അനുസരിക്കില്ല എന്ന് അധികാരികളുടെ മുമ്പിൽ അവരുടെ മുഖത്ത് നോക്കി പറയാൻ തക്കവണ്ണം ധീരതയും ശക്തിയും കിട്ടിയെങ്കിൽ, ഇങ്ങനെ ഒരു ധൈര്യം, ഇങ്ങനെ ഒരു അഭിഷേകം, ഇങ്ങനെ ഒരു അനുഭവം അനുഭവിക്കാൻ നമ്മയും ദൈവം വിളിച്ചതാണ്. കർത്താവ് നമ്മെ വിളിച്ചതെങ്കിൽ നമ്മൾ ആരും ഭയപ്പെടുകയില്ല. ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമോ
ലോകം തരുന്നത് പോലെയുള്ള ഒരു സന്തോഷമോ ലോകം തരുന്നത് പോലെയുള്ള ഒരു സുഖമോ അല്ല ദൈവം തരുന്നത്. ദൈവം തരുന്നത് സ്വർഗീയമായ അനുഭവമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിക്കുവാൻ നടന്നാലും ഏറിയാൽ 70, 80, 100, 110 വർഷം കഴിയുമ്പോൾ അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. എന്നാൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവന്റെ കൂടെ ജീവിച്ചാലുണ്ടല്ലോ, നിത്യതയിൽ നമുക്ക് അവനോട് ഒന്നിച്ചാകുവാൻ ഇടയാകും. ഈ ഒരു പ്രഭാതം കർത്താവ് തന്നെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട. മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, ഭർത്താവിന്റെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ ഒരു വിഷയത്തിന്മേലും ഭയപ്പെടേണ്ട. കാരണം യേശു കൂടെയുണ്ട്. എൻ്റെ കൂടെ യേശു ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഭയമെല്ലാം മാറി കർത്താവിന്റെ കൃപ നമ്മുടെ അകത്ത് വെളിപ്പെടുവാനും അവന്റെ കൂടെ ജീവിക്കുവാനും ഇടയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, എല്ലാ വിഷയത്തിനും നടുവിലും കർത്താവ് ഇറങ്ങി ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങ് പറഞ്ഞ വചനപ്രകാരം ഞങ്ങൾക്ക് ശക്തിയും കൃപയും പകർന്നു തരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.